റെസ്പോൺസ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഹാപ്പി മമ്മൂക്ക കണ്ടിട്ട് മെസ്സേജ് അയച്ചു. എനിക്കും അർജുനും ഹരിശ്രീ അശോകനും നമ്മുടെ ഇതിനകത്ത് സിറാജ് എന്ന് ആക്ട് ചെയ്ത പുള്ളിക്കെല്ലാം നന്നായിട്ടുണ്ട്, ഗുഡ് വർക്ക് എന്ന് പറഞ്ഞു. അത് നമ്മളെ നമുക്കൊരുമാതിരി ഓസ്കാർ അടിച്ച ഫീൽഡ് എല്ലാവരും ഇരിക്കും. നമ്മൾ തന്നെയാണ് പ്രൊഡക്ഷൻ, അപ്പോൾ ഫസ്റ്റിനെക്കാട്ടിലും സ്കെയിലപ്പ് ചെയ്യണം, ഇത്രയും കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പം നിങ്ങൾ കാണുന്നത് ബാഹുല എഴുതിയ സ്ക്രിപ്റ്റിൻ്റെ ഒരു 97-98% അന്ന് എനിക്ക് തന്ന ഫസ്റ്റ് ഡ്രാഫ്റ്റ് തന്നെയാണ് ഇപ്പോഴും കണ്ടേക്കുന്നത്. അതിൽ 2 ക്രൈം ത്രില്ലേഴ്സ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്കിനി എൻ്റയർലി ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് എനിക്കിപ്പോൾ ഒരു പ്യുവർ ലവ് സ്റ്റോറി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞത്. ഓക്കെ, സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു? എല്ലാം കഴിഞ്ഞു. നമ്മൾ ഈ ഇയർ എൻഡിൽ ഷൂട്ടും തുടങ്ങാനിരിക്കുകയാണ്. ക്യാരക്ടേഴ്സ് ഒക്കെ അർജുൻ ദാസ് ആണ് ലീഡ് ചെയ്യുന്നത്. പുള്ളിയുടെ ആദ്യത്തെ മലയാളം ഡെബ്യൂ ആണ്. ഇപ്പൊ ഇത്രയും പറയാം, ലവ് സ്റ്റോറിയാണ്, ബാക്കി വരുന്നത്. ഹായ്, ഹലോ, വെൽക്കം ടു ഫാൻ വെല്ലാസ് ഗോൾഡൻ അവർ. സോ കേരള ക്രൈം ഫയൽസ് സീസൺ 2 റിലീസായതിൻ്റെ ശേഷമുള്ള വിശേഷങ്ങളുമായിട്ട് ഡയറക്ടർ അഹമ്മദ് കബീറാണ് ചേരുന്നത്. സ്വാഗതം. താങ്ക് യു. സോ ഏറ്റവും പുതിയ വിശേഷം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കേരള ക്രൈം ഫയൽസ് ആണ് റിലീസായ ശേഷം ഓൾമോസ്റ്റ് ഇപ്പോൾ 2 വീക്സ് അടുപ്പിച്ചായിരിക്കുകയാണ്. സോ ഒരുപാട് നല്ല നല്ല റെസ്പോൺസസ് വരുന്നുണ്ട്. പ്രൊമോഷൻസ് ആയിട്ട് അപ്പോൾ ഇന്നലെ ചെന്നൈയിലായിരുന്നു, അതിൻ്റെ തിരക്കുകളുണ്ട്. സോ ഓൾ ഓഫ് ഒരു രീതിയിൽ ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, ഹൗ ഡു യു ഫീൽ? ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ OTT വെബ് സീരീസ് ആയിട്ട് ഇത് ഇറങ്ങുമ്പോൾ നമ്മുടെ വിചാരം ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് പയ്യെ ആൾക്കാർ കാണത്തുള്ളൂ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ സീസൺ 1 നല്ലപോലെ ഹിറ്റായിരുന്നു. അപ്പോൾ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും നമുക്കിത് റിലീസായത് തലേദിവസം രാത്രി ഒരു 11:30. അപ്പം ഞങ്ങൾ ക്രൂ എല്ലാവരും കൂടി ഇരുന്ന് കാണുമായിരുന്നു. നമ്മൾ കണ്ട അതേ റൺ ടൈം ഒരു 1:30-2 മണി ആയപ്പോൾ തൊട്ട് നോർമൽ ഓഡിയൻസ് ഉൾപ്പെടെ കുറേ പേരെ കോള് വരാൻ തുടങ്ങി. അന്ന് രാത്രി തന്നെ തുടങ്ങി. പിന്നെ 2 ദിവസം ഞാനും റൈറ്റർ ബാഹുലും ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല. നമ്മൾ ഇത് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ആൾക്കാരുടെ കോളും എല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പം ഈ OTTയുടെ ഗുണമാണല്ലോ, വേൾഡ് വൈഡ് സിനിമ പോലെ അല്ലാതെ എല്ലാവർക്കും അറ്റ് എ ടൈം പെട്ടെന്ന് കാണാൻ പറ്റും എന്നുള്ള ഇതുള്ളതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. റെസ്പോൺസസും ഇൻഡസ്ട്രിയിൽ നിന്ന് ആളേനും കുറേ കോൾസും അല്ലാതെ നോർമൽ ഓഡിയൻസിൻ്റെ റെസ്പോൺസാണ് നമ്മൾ ഭയങ്കര ഹാപ്പി ആയത്. ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും റെസ്പോൺസ് വല്ലതും കിട്ടിയോ ഇൻഡസ്ട്രിയിൽ നിന്ന്? റെസ്പോൺസ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഹാപ്പി മമ്മൂക്ക കണ്ടിട്ട് മെസ്സേജ് അയച്ചു. എനിക്കും അർജുനും ഹരിശ്രീ അശോകനും നമ്മുടെ ഇതിനകത്ത് സിറാജ് എന്ന് ആക്ട് ചെയ്ത പുള്ളിക്കെല്ലാം നന്നായിട്ടുണ്ട്, ഗുഡ് വർക്ക് എന്ന് പറഞ്ഞു. അത് നമ്മളെ നമുക്കൊരുമാതിരി ഓസ്കാർ അടിച്ച ഫീൽഡ് എല്ലാവരും ഇരിക്കും. ഓക്കെ, അപ്പം റിലീസിന് ശേഷം ഇപ്പോൾ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ഒരു റെസ്പോൺസസ് ആണ് മെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, സ്റ്റോറി ഭയങ്കരമായിട്ട് വർക്കായി, 2 പെർഫോമൻസസ് ഭയങ്കരമായിട്ട് വർക്കായി. സോ ഇതിൻ്റെ 2ൻ്റെ ഒരു ഡിഫറൻസസ് ഉണ്ട് ആൻഡ് അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സീസൺ 1 നമുക്ക് ആകെ സിംഗിൾ പ്ലോട്ടായിരുന്നു. ഷിജു ഉണ്ടോ ഇല്ലയോ അങ്ങനെ ഒറ്റ ഇതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ സീസൺ 2 ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മൾട്ടി ലെയേഴ്സ്, കുറച്ചുകൂടെ വെബ് സീരീസ് ഫോർമാറ്റിലേക്ക് വരണം, കുറച്ചുകൂടെ ഒരു പോലീസ് കേസ് അതിൻ്റെ പ്രൊസീജിയറിൽ കുറച്ചുകൂടെ കാണിക്കണം, ഇങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് മെയിനായിട്ടിത്. അപ്പോൾ സെക്കൻഡ് പിന്നെ ബാഹുലും കൂടെ നമ്മുടെ ഇതിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു മാറ്റം ഉണ്ട്. കാരണം വെച്ചാൽ ഈ കേസിൻ്റെ ഇതും ഈ പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും ഒന്നിൻ്റെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാനാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു, അതുപോലൊരു കഥ ചെയ്യാനും അല്ല. അപ്പം എൻ്റയർലി കുറച്ചുകൂടെ ആൾക്കാർക്കുമായിട്ട് അത് കാണുന്ന കൂടെ ആൾക്കാർക്കും ഇൻട്രാക്ട് ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു സംഭവം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നു. റിസൾട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മളൊരു അതായത് നമ്മുടെ എല്ലാവരുടെയും ഫിലിമോഗ്രഫിയിൽ ഇങ്ങനെ ഒരു സാധനം വേണം എന്ന് ട്രൈ ചെയ്യുന്ന ഇതിലുള്ളൊരു ഇതായിരുന്നു ട്രൈ ചെയ്തത്. അത് ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഡിഫറെൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം സീസൺ 1 കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടിലൂടെ പറഞ്ഞു പോവുക, ആൻഡ് സീസൺ 2 കുറച്ചുകൂടെ ലെയേർഡ് ആയിട്ടെന്നുള്ളൊരു പ്ലാൻഡ് ആയിരുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം ലെയേർഡ് ആവുമ്പോഴും ആ കഥയ്ക്കുള്ളിൽ നമുക്ക് പറയേണ്ടതും ഒളിപ്പിച്ച് വെക്കേണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണല്ലോ. അപ്പം ശരിക്കും അതിനെ എങ്ങനെയായിരുന്നു ഒരു ടാക്കിൾ ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ബാഹുൽ ഇത് എഴുതാൻ പോയ സമയത്ത് ഞാൻ ബാഹുലിനോട് ആകെ പറഞ്ഞത് ഫസ്റ്റ് സീസണിലെ ക്യാരക്ടേഴ്സ് റിപ്പീറ്റ് ആവണം, പിന്നെ ഒരു പുതിയ ആളെ നമുക്ക് ഇൻട്രോ ചെയ്യാം, പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് മൾട്ടി ലെയേഴ്സ്, എനിക്ക് സ്കെയിലപ്പ് ചെയ്യണം, ഇത്തവണ നമ്മൾ തന്നെയാണ് പ്രൊഡക്ഷൻ, അപ്പോൾ ഫസ്റ്റിനെക്കാട്ടിലും സ്കെയിലപ്പ് ചെയ്യണം, ഇത്രയും കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പം നിങ്ങൾ കാണുന്നത് ബാഹുൽ എഴുതിയ സ്ക്രിപ്റ്റിൻ്റെ ഒരു 97-98% അന്ന് എനിക്ക് തന്ന ഫസ്റ്റ് ഡ്രാഫ്റ്റ് തന്നെയാണ് ഇപ്പോഴും കണ്ടേക്കുന്നത്. അപ്പോൾ അവൻ്റെ സ്ക്രിപ്റ്റിനകത്ത് ഈ പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ച ലെയേഴ്സും പിന്നെ എനിക്ക് ഫസ്റ്റ് സീസണിലെ ആൾക്കാർ ചുമ്മാ
ദേ ആർ ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അങ്ങനെ ഒരു ഭയങ്കര ഇതിലായിട്ട് വരണ്ട, ഓർഗാനിക്കലി കേസിലേക്ക് ഇൻവോൾവ് ആയി വരണം, അങ്ങനെയൊക്കെയായിരുന്നു ആഗ്രഹം. അപ്പോൾ ഓൾറെഡി അവൻ എഴുതിയതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിച്ചതും ഉദ്ദേശിക്കാത്തതായിട്ട് കുറേ സാധനങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അതെ അതെ. അല്ല അപ്പം ഈ പറഞ്ഞ പോലെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇത് മാത്രമാണോ കൊടുത്തത്? ഞാൻ ഇതേ കൊടുത്തിട്ടുള്ളൂ. അതെ, ബാക്കി നമ്മൾ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ബാഹുല് വന്നു, നമ്മളിപ്പോൾ ആൾക്കാർ ഇപ്പം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, കൺഫ്യൂഷൻസും കാര്യങ്ങളും അല്ല, ഇതെല്ലാം ഞാനും അവനോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ടീമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഇതാക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ കണ്ടതിനകത്ത് ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ അവൻ എഴുതിയ സ്ക്രിപ്റ്റിനകത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഈ ഒരു ലെയേർഡ്നെസ് വരുന്നപ്പം ഇപ്പം അഹമ്മദ് കബീർ എന്നുള്ളൊരു ഡയറക്ടറിന്റെ അല്ല ഒരു പേഴ്സന്റെ ഒരു ഫിലിമോഗ്രാഫി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇപ്പൊ പറഞ്ഞ പോലെ ഫീൽ ഗുഡ് ആയിട്ടുള്ള മൂവീസിന്റെ ആ ഒരു പട്ടം ചാർത്തി തന്നിട്ടുണ്ടായിരുന്ന ഒരു ആളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു ഇതിൽ നിന്ന് സീസൺ 1 കുറച്ചുകൂടെ ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിൽ കൂടി കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പോവാണ്. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ എക്സ്ട്രാ ലെയേഴ്സ് വരുന്നത് ഓൾറെഡി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ഡയറക്ടർ എന്താ പറയാ, ഈ ഒരു സിമ്പിൾ ട്രാക്കിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഡിഫറൻസ് എന്തായിരുന്നു? ഇല്ല, ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫീൽ ഗുഡ്, ഇപ്പോൾ ജൂണും മധുരം എടുത്തപ്പോഴാണ് അങ്ങനെ ഈ ഫീൽ ഗുഡ് ജോർഡൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ കൂടുതലും ഫീൽ ഗുഡിനെക്കാളും കൂടുതൽ ക്രൈമും ത്രില്ലേഴ്സും ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും എല്ലാ ഫിലിം മേക്കേഴ്സിനും ആ ഒരു ആഗ്രഹം കാണും എല്ലാ ടൈപ്പ് ജോണർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ മലയാളത്തിലെ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ആദ്യത്തെ വെബ് സീരീസ് അങ്ങനെ ഒരു ഇത് നമുക്ക് കിട്ടുന്നു. അതും സീസൺ 1 വെച്ചാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പം ഞാൻ ട്രൈ ചെയ്യാത്തൊരു ജോണറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് ഫീൽ ഗുഡ് ചെയ്യാനാണ് പാട്. അത് സിമ്പിൾ എന്നൊരു വേർഡ് ഉണ്ടെങ്കിലും ആ സംഭവം ഒന്ന് മീറ്റർ കയ്യിൽ നിന്ന് പോയാൽ ഭയങ്കര ക്രിഞ്ച് എന്നുള്ള രീതിയിലേക്ക് പോകും. ത്രില്ലറിന് കുറച്ചുകൂടെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ. പക്ഷേ സീസൺ 1ഉം 2ഉം തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സിംഗിളും മൾട്ടിപ്പിൾ ലെയർ എന്നുള്ള സാധനം. ഇപ്പോൾ നമ്മളെ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നു. പിന്നെ ഈ ജൂൺ അല്ലാതെ ബാക്കി 3 ഫിലിംസും എൻ്റെ പ്ലാനിലുള്ളതല്ല. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യണം, ഈ പടം ചെയ്യണമെന്നല്ല. ജൂൺ കഴിഞ്ഞ് വേറൊരു പടമായിരുന്നു, പക്ഷെ കോവിഡ് വന്നു, മധുരം സംഭവിച്ചു, അങ്ങനെ ആണ്, പ്ലാനിലല്ലായിരുന്നു. അതുകൊണ്ട് ഇതെന്റെ പ്ലാനിങ്ങിലുള്ള പടകളെ അല്ല, എല്ലാം അങ്ങനെ സംഭവിച്ചു പോയതാ. ഇപ്പൊ ഈ ബാഹുലുമായിട്ട് ആക്ച്വലി നിങ്ങൾ സീനിയർ ആൻഡ് ജൂനിയേഴ്സ് ആയിരുന്നു, അതുപോലെ ഓൾറെഡി സുഹൃത്തുക്കളാണ്. ഓൾറെഡി ബാഹുൽ എഴുതിയിട്ടുള്ള ചെറിയ കഥകളൊക്കെ വായിച്ചിട്ടുമുണ്ട്. അപ്പം ആളുടെ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു വേ ഓഫ് റൈറ്റിംഗ് ഓൾറെഡി അറിയാവുന്നത് കൊണ്ടാണോ ബാഹുൽ എന്നൊരാളിലേക്ക് അവസാനം ലാൻഡ് ചെയ്തത്? ഉറപ്പായിട്ടും, കാരണം നമ്മൾ നേരത്തോട്ട് അറിയാവുന്നതുകൊണ്ടും ഈ പറഞ്ഞ കിഷ്കിന്ദാനന്ദം ഞാൻ കോവിഡ് സമയത്ത് വായിച്ചതുവാ. അപ്പോൾ അവൻ എന്തുമാത്രം ഇൻവോൾവ് ആയാണ്, എന്തുമാത്രം നമ്മളൊരു ട്രൈ ചെയ്യണം എന്നുള്ള സംഭവം ഉണ്ടല്ലോ. എപ്പോഴും ഒരു സേഫ് കളിച്ച് ബാക്കൗട്ട് നിൽക്കാതെ എന്തെങ്കിലും ഒരു സാധനം റിസൾട്ട് നോക്കാതെ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ട്രൈ ചെയ്യണമെന്നുള്ള ആഗ്രഹം അവൻ്റെ എല്ലാ എഴുത്തിലും ഉണ്ട്. നമുക്ക് ഉറപ്പായിട്ടും ഇപ്പം ഫസ്റ്റ് സീസണിൻ്റെ റൈറ്റർ ഇങ്ങനെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി അവൻ മാറുവാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ചോയ്സ് എടുക്കുമ്പം ഒരിക്കലും റിസ്ക് ഉള്ള എനിക്കും എടുക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഹോട്ട്സ്റ്റാറുമായിട്ട് കമ്മിറ്റഡ് ആയി. അപ്പോൾ ഒരു മാസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാഹുലിൻ്റെ അടുത്ത് തന്നെയാണ് പോയത്. അപ്പോൾ ഞാൻ ബാഹുലിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അവൻ കിഷ്കിന്ധയുടെ ഷൂട്ട് നടക്കുക, ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിലും കണ്ടാണ് ഞാൻ കോൾ ചെയ്യുന്നത്. പക്ഷെ അവൻ അപ്പം തന്നെ യേസു പറഞ്ഞു. അപ്പോൾ അവൻ്റെ വർക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു. സോ ഈ ഒരു കഥ ആദ്യം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏറ്റവും ആദ്യം ആസ് എ ഡയറക്ടർ പെർസ്പെക്റ്റീവിലും അതുപോലെ തന്നെ ആസ് എൻ ഓഡിയൻസ് പെർസ്പെക്റ്റീവിലും ഏറ്റവും ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം എന്തായിരുന്നു? നമുക്ക് വർക്ക് ആവുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ? അല്ല, ഇതെന്ന് വെച്ചാൽ കഥയും ഇപ്പം ബാക്കിയുള്ള റൈറ്റേഴ്സിനെ പോലെ അല്ല ബാഹുൽ. ഇപ്പം നമ്മളൊരു 1 ലൈനോ ഒരു പ്ലോട്ടോ ഒരു ക്യാരക്ടറോ ഒന്നും പറയത്തില്ല. ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് മെയിലിലേക്ക് അയക്കും, നമ്മളത് വായിക്കണം. അവൻ ഫ്രണ്ടിൽ വന്ന് നറേറ്റും ചെയ്യത്തില്ല, നമ്മളിത് വായിച്ചിട്ട് അവനെ വിളിക്കണം. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വായിച്ചു കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഞാൻ ആക്ച്വലി പെറ്റ് ലവറാണ്, പക്ഷെ എനിക്ക് പെറ്റില്ല. അപ്പം ഞാനിത് വായിച്ച ആദ്യത്തെ മ്യൂസിയം സീൻ കണ്ടപ്പോൾ തന്നെ ഞാനിത് വായിച്ചിട്ട് ഞാൻ അങ്ങ് ടാബ് ക്ലോസ് ചെയ്ത്. കാരണം എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് പേടിയുണ്ട്. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതെന്ത് സംഭവം എഴുതി വെച്ചേക്കുന്നത്, ഇതെങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യും? കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഞാൻ വായിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇവനെക്കൊണ്ട് ഞാൻ എഴുതിപ്പിച്ചത് കൊണ്ടുള്ളതുകൊണ്ട് ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് ഈ ക്ലൈമാക്സ് 6th എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് കൂടെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ സംഭവം എനിക്ക് 2-3 ദിവസമായിട്ട് ഹോണ്ടിങ് തുടങ്ങി. പിന്നെ ഞാൻ ആലോചിച്ചപ്പം ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ആസ് എ മേക്കർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊന്നാ ട്രൈ ചെയ്യാം. അങ്ങനെയാണ് ബാഹുലിനെ വിളിക്കുന്നതും ബാക്കി കണ്ടിന്യൂ ചെയ്തു. അതായത് സ്റ്റോറി ഒന്നുമല്ല, ഫുള്ളി ഇപ്പം നിങ്ങൾ കാണുന്ന അതേ സാധനമാണ് എനിക്ക് അവൻ എഴുതി അയച്ചത്. ഒരു സീരീസ് ഒരു ഇമോഷണൽ ആസ്പെക്റ്റിൽ കൂടെയാണല്ലോ കടന്നു പോകുന്നത്. അപ്പം ആ ഒരു വഴി കൂടി പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗത്ത്. അപ്പോൾ ഈ ഒരു സീരീസിലേക്ക് വരുമ്പം കഥ വായിക്കുമ്പോൾ തന്നെ ആദ്യമെടുത്ത് വെച്ചു എന്ന് പറഞ്ഞു എങ്കിലും ശരിക്കും ഇത് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് അതിന്റെ ഒരു ഇമോഷണൽ ആസ്പെക്റ്റിലേക്ക് ഫുൾ ആയിട്ട് ഇന്നായത്. ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ അത് വായിച്ചു കഴിഞ്ഞ അവസാനത്തെ ആ സീക്വൻസ് കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടി, അല്ല ഷൂട്ടിന് ശേഷമല്ല.
അല്ലല്ല, സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉറപ്പായിട്ടും കിട്ടി. അല്ല ഐ മീൻ അത് പെറ്റ് ലവർ എന്നുള്ള ഒരു രീതിയിലേക്കുള്ള അവരോടുള്ള ഒരു ഇമോഷണൽ അപ്രോച്ച് ഇല്ല, ഞാനതാ പറഞ്ഞ, ഞാനങ്ങനെ പെറ്റ്സിനെ വളർത്തിയിട്ടില്ല, എന്നിട്ടും എനിക്ക് ഈ പറഞ്ഞ ഇമ്പാക്റ്റ് എനിക്ക് കിട്ടി. പിന്നെ ഞാൻ നോക്കുമ്പം സ്ഥിരം ഈ ത്രില്ലേഴ്സിലുള്ള പോലെ ഒരു റീസണിങ്ങിനും അല്ല ഇതുള്ളത്. പിന്നെ ഇത് ഭയങ്കര ആര് ചെയ്തു ചെയ്തില്ല അങ്ങനത്തെ അല്ലാതെ ഫസ്റ്റ് 3 എപ്പിസോഡ്സ് ഈ പറഞ്ഞ മിസ്സിങ്ങിൻ്റെ രീതിയിൽ പോകുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഒരു തരത്തിലും ത്രില്ലറിൻ്റെ ഇതുപോലെ ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ നോക്കിയ എല്ലാ ഇതും, പിന്നെ എന്നെ സംബന്ധിച്ച് ആസ് എ മേക്കർ എനിക്ക് കുറച്ചുകൂടി ഒരു മെച്യൂർ മേക്കിംഗ് ഇവിടെ കൊണ്ടുവരാം. പിന്നെ ആ റിവേഴ്സ് സീക്വൻസ് പട്ടിയുടെ അത് ഭയങ്കര ആസ് എ മേക്കർ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ചാലഞ്ചിങ്ങും ഭയങ്കര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. അത് വായിച്ചപ്പോൾ ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് അതിനകത്തുണ്ടായിരുന്നു. കറക്റ്റ് ആ ഒരു കാര്യത്തിലേക്ക് കൂടി വരാനിരിക്കുകയായിരുന്നു. അപ്പം ആ ഒരു പട്ടിയുടെ സീക്വൻസ് പറഞ്ഞു വളരെ ന്യൂ ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഒരു ഡയറക്ടോറിയൽ പെർസ്പെക്റ്റീവിൽ ഒരു പക്ഷെങ്കിൽ കുറച്ചും കൂടി നീണ്ടു പോയായിരുന്നെങ്കിൽ ഓഡിയൻസിന്റെ പേഷ്യൻസിനെ ഒരു പരിധിയിലേക്ക് എന്താ പറയാ വളരെ ക്ഷമ കുറഞ്ഞു പോകുന്ന ഒരു തരത്തിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പം അത് എത്ര വേണം, അതിന്റെ ഒരു മീറ്റർ ശരിക്കും എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്തത്? സ്ക്രിപ്റ്റിനകത്ത് ആക്ച്വലി ബാഹുലിന്റെ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് അത് കുറച്ചേ ഉള്ളായിരുന്നു. പക്ഷെ നമ്മളത് വായിച്ചപ്പോൾ നമുക്കറിയാം ഇത് ഇതുവരെ ഒരു ഇൻഡസ്ട്രിയിലും വരാത്ത ഒരു ടൈപ്പ് സീക്വൻസ് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ചലഞ്ചിങ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പട്ടി ആക്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ അവർക്ക് റിയാക്ട് ചെയ്യാനേ അറിയത്തുള്ളൂ, ആക്ട് ചെയ്യാൻ അറിയത്തുള്ളൂ. എല്ലാം ട്രെയിൻ ഡോഗ്സ് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനൊരു എഫേർട്ടും ടൈമും എടുത്ത് ക്ഷമ വേണം ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ എൻ്റെ ക്യാമറാമാൻ ഭയങ്കര പെറ്റ് ലവർ, അതുകൊണ്ട് അവൻ അതിൻ്റെ അടുത്ത് പോകാനൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഷൂട്ട് തുടങ്ങിയ പിന്നെ എല്ലാവരും ഇത് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ പിന്നെ എല്ലാവരും ആ ഒരു മൂഡിലായി. പിന്നെ ഇതിനു വേണ്ടി സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇതൊരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെ ഐഡിയ പോലെ തന്നെ ഈ സീക്വൻസിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതെങ്ങനെ കൊണ്ടുവരാം, ആൾക്കാർക്ക് ഇത് മനസ്സിലാവുകയും ചെയ്യണം. പിന്നെ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലാണ് ഇത് വരുന്നത്. അതുവരെ കോൺവെർസേഷൻസാണ് കൂടുതൽ. ഇവിടെയാണ് ഇച്ചിരി ഒരു സിനിമാറ്റിക് സാധനം വരുന്നത്. സോ ഒരു ഹൈ കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹം. അതിനുവേണ്ടി കുറച്ച് എഫേർട്ട് ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് മൂവിയിലേക്ക് വരികയാണെങ്കിൽ ഒരു കമ്മിങ് ഓഫ് ഏജ് മൂവിയാണ്. അതൊരു ഗേളിന്റെ കഥ പറയുന്ന ഒരു മൂവിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തരത്തിൽ എൻ്റെ ഫസ്റ്റ് മൂവി ഇതായിരിക്കണം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വരാനായിട്ടുള്ളൊരു കാര്യം എന്തായിരിക്കും? എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് പറഞ്ഞു, തിയേറ്ററിൽ കുറേ സിനിമ ഉണ്ട്, സിനിമയുടെ ആഗ്രഹമാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. അപ്പോൾ പിന്നെ ഷോർട്ട് ഫിലിംസ് എടുക്കാൻ നോക്കി. അങ്ങനെ ഷോർട്ട് ഫിലിംസ് എടുത്തു കഴിഞ്ഞപ്പോൾ സിനിമയിലോട്ട് വരണമെന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ വരേണ്ടതെന്നും എനിക്കറിയത്തില്ല. അപ്പം സ്ക്രിപ്റ്റ് വേണമല്ലോ, അങ്ങനെ എഴുതിയതാണ്. അപ്പോൾ എഴുതാൻ ആലോചിച്ചപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഒരു പുതിയ ആളെയൊക്കെ വെച്ച് ചെയ്യാം, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. അപ്പോൾ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് കഥ ചെയ്യാം, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ എഴുതി കഴിഞ്ഞപ്പം അത് ഭയങ്കര പാടായിരുന്നു. 2 വർഷം എടുത്തു, കുറേ പേരെടുത്ത് കഥ പറയേണ്ടി വന്നു. പക്ഷെ എല്ലാം ഇതായിട്ട് വന്നു. ആദ്യത്തെ പടം ഇത് വേണമെന്നുള്ള ആഗ്രഹം അങ്ങനെയല്ലായിരുന്നു. എങ്ങനെയും ഇൻഡസ്ട്രിയിലേക്ക് ലോഞ്ച് ആവണം, അതിന് ഈ പടം കണ്ടാൽ ഇത് ചെയ്ത ആൾക്കാർക്ക് ഓക്കെ കുഴപ്പമില്ല, അതായത് പ്രൊഡ്യൂസറിന് ലാഭം കിട്ടണം, നമുക്ക് അടുത്ത പടം കിട്ടണം. ഈ 2 ഇതിലേ വെച്ചാണ് ആ സിനിമ ആലോചിച്ചത്. പിന്നെ നമ്മൾ എന്താണോ ഇപ്പം ഗേൾസിൻ്റെ കമ്മിങ് ഓഫ് ഏജ് നേരത്തെ പറഞ്ഞ പോലെ, അപ്പം അതുപോലത്തെ ഒരു 16 to 30 ഇയേഴ്സിൻ്റെ ഇടയിലുള്ള ഗേൾസിന്, ഒരു മെജോറിറ്റി ഓഫ് ഗേൾസിന് ഇത് റിലേറ്റ് ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ടാർഗറ്റ്. അപ്പം അതുള്ളതുകൊണ്ട് അത് വർക്കായി. അതാണ് അവിടെ ഒരു മൈന്യൂട്ട് ഒരു ട്രാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അതൊരു വേറൊരു ഇത് പിടിക്കാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഗേൾസിന് ഇപ്പൊ റിലേറ്റബിൾ ആയതുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോഴും അത് ഓർത്തിരിക്കുന്നത്, ജൂണിനെ പറ്റി പറയുന്നത്. അതിപ്പോ അതല്ലാതെ ഒരു ട്രാക്ക് ആയിരുന്നുവെങ്കിൽ ഒരു ഡിഫറെന്റ് ഒരു പാറ്റേൺ മാറിപ്പോയേക്കാവുന്ന സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പം അതുകൊണ്ടാണ് ചോദിച്ചത് ബൈ ജൂൺ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാരണം ഞാൻ ആക്ച്വലി അതാണ്, ഞാൻ ഇത് ലേൺ ചെയ്തിട്ടില്ല ഫിലിം മേക്കിംഗ്. അപ്പം എനിക്ക് ചെയ്തേ 4 ഇതാണെങ്കിലും ഇപ്പോൾ ജൂൺ കഴിഞ്ഞിട്ട് ഞാൻ മധുരം ചെയ്യുമ്പോൾ ജൂണിനെക്കാളും ബെറ്റർ ആവണം, എൻ്റെ മേക്കിങ്ങും ബെറ്റർ ആവണം, മെച്യൂർ ആവണം. അങ്ങനെ എൻ്റെ സിനിമ മാത്രമേ ഞാൻ കമ്പയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയല്ലേ എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ചെയ്യുമ്പോൾ എൻ്റെ ഇതല്ലാതെ വേറൊരു സാധനം ചെയ്യുമ്പം ഇതിലും ബെറ്റർ ആവണം. അപ്പോൾ ജൂൺ ചെയ്യുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പറഞ്ഞ പോലെ എനിക്ക് ഗേൾസ് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് ഗേൾസിൻ്റെ കുറേ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇത് വെച്ച് ഈ പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ കുറേ അടുത്ത് ഇത് കഥ എഴുതി കഴിഞ്ഞിട്ട് എനിക്കറിയാവുന്ന ക്ലോസ് ആൾക്കാരുടെ അടുത്തെല്ലാം, ഗേൾസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട്, പിന്നെ എനിക്കൊരു സിസ്റ്ററുണ്ട്. അപ്പം ഇവരോടെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുമ്പം റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കുറേ കിട്ടിയിരുന്നു. അപ്പോൾ അത് ഭയങ്കര കണക്റ്റ് ആവുന്ന കുറച്ച് കാര്യങ്ങൾ മൊത്തത്തിൽ റിലേറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ വർക്കാവുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജൂൺ എന്ന് പറയുമ്പോൾ ജൂണിൻ്റെ കഥയാണ് പ്രധാനമായിട്ടെങ്കിലും അതിനകത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അർജുൻ അശോകൻ്റെ ആനന്ദം എന്ന് പറഞ്ഞിട്ടുള്ളത്. വളരെ ഷോർട്ട് ഒരു പീരീഡ് ഓഫ് ടൈമിൽ
സ്ക്രീനിൽ വന്നിട്ടാണെങ്കിലും ചെറിയൊരു സ്പാൻ ഓഫ് ടൈം ആണെങ്കിൽ പോലും വളരെ ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വന്നിട്ട് പോകുന്നത്. അപ്പം അതിനകത്തിൽ ജൂൺ, അതായത് രജീഷയുടെ ക്യാരക്ടർ ആനന്ദിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, തന്നോട് തന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാത്ത, ഒന്ന് ചിരിച്ചു പോലും കാണിക്കാത്ത ഒരാളെ എങ്ങനെയാണ് ഇത്ര ഇന്റൻസ് ആയിട്ട് പ്രണയിക്കാൻ പറ്റുന്നത്. അപ്പൊ സിനിമ കണ്ടിട്ട് അവസാനിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അയ്യോ വൈ നോട്ട് ആനന്ദ് എന്നുള്ളൊരു ഫീൽ വരും. ശരിക്കും എന്താ അവരെ ഒരുമിപ്പിക്കാൻ? എനിക്ക് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജ് ഇപ്പോൾ പറഞ്ഞു. അല്ല, അത് വേറെ ഒന്നുകൊണ്ടല്ല. കാരണം ഈ വൺ സൈഡ് ലവ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് തോന്നുന്നത് കറക്റ്റ് മീറ്ററിൽ ഒരു 1000 പടം ഇനി വന്നാലും ഹിറ്റാവും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ലവ് സക്സസ് ആകുന്നത് ഭയങ്കര കുറവാണല്ലോ. അതായത് ഒരു 10% അല്ലെങ്കിൽ 5% ഒക്കെ സക്സസ് ആകത്തുള്ളൂ. വൺ സൈഡ് ലവേഴ്സിൻ്റെ കഥ എപ്പോഴും റിലേറ്റ് ചെയ്യും. അപ്പോൾ അതായിരുന്നു മെയിൻ എയിം. പിന്നെ അതിനകത്ത് തന്നെ ഉണ്ടല്ലോ ആക്ച്വലി, അതിനകത്ത് രജീഷ കുറച്ച് നാൾ കഴിഞ്ഞ് ചോദിക്കുന്നുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ. അപ്പം വൺ സൈഡ് ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗേളിനോടുള്ള ആ പുറമേ ഉള്ള കാഴ്ചകളുള്ള ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം റിലേഷനിലോട്ട് എത്തിയിട്ടുമില്ലല്ലോ. അപ്പം ജൂൺ അതിനകത്ത് ചോദിക്കുന്നുണ്ട് 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് 20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള രീതിയിൽ അർജുൻ ചോദിക്കുന്നത്, ഞാനന്ന് കമ്മീഷണറാവും, നീ അന്നേ സുന്ദരിയായിരിക്കും, ഇന്ന സാരി എടുത്തിട്ട്, അങ്ങനത്തെ ഒരു ഡയലോഗുണ്ട്. അപ്പോൾ അതിനകത്ത് ആക്ച്വലി മനസ്സിലാവും. കാരണം അവൻ അപ്പോഴും ഈ ഇന്നർ ബ്യൂട്ടി എന്ന് പറഞ്ഞ സാധനം മാത്രമാണ് നോക്കുന്നത്. അപ്പം രജീഷ പറയുന്നുണ്ട്, ഇപ്പോൾ അത്രയും വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായി കാണും, എൻ്റെ ബോഡി ഇങ്ങനെ ആയിരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വൺ സൈഡ് ലവിൻ്റെ ഒരു സംഭവത്തിൽ നമ്മൾ ആ പുറമേ ഉള്ള ഇഷ്ടം കാര്യങ്ങളായിരിക്കും മെയിനായിട്ട്. ഇത് അവരുമായിട്ടൊരു ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനൊന്നും ആയി കാണത്തില്ലല്ലോ. അപ്പോൾ അതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചൊരു ബേസിക് റീസൺ. രജീഷനെയും അർജുനെയും വെച്ചിട്ട് അങ്ങനെ ഒരു പടം ഇല്ല, അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനകത്ത് ആക്ച്വലി അവൻ വേറെ കെട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഒന്നിപ്പിക്കാൻ പോയി അതിന് വേറെ അർത്ഥങ്ങളൊക്കെ അതുകൊണ്ട് വേണ്ട. അതിന്റെ സീക്വൻസ് ആയിട്ടല്ല, പക്ഷെ വേറൊരു അവര് ആ ഒരു കോംബോയ്ക്ക് ഭയങ്കര ഒരു നിങ്ങൾ ഞാനിപ്പോ അവർ ഒരുമിച്ചായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യനും ചോദിക്കത്തില്ല, ഇതൊരിക്കലും ഇങ്ങനെ വരുന്നത് ഒരുമിപ്പിക്കാത്തോണ്ടാണ് ഇങ്ങനെല്ലാം ഇരിക്കട്ടെ. ഇപ്പം അർജുൻ അശോകൻ എന്ന് പറഞ്ഞൊരു ആക്ടർ ആക്ച്വലി ഓൾറെഡി ഇൻഡസ്ട്രിയിൽ പേരെടുത്തിട്ടുള്ള ഒരു ആക്ടറായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പം തുടക്കകാലത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജൂണിലൊക്കെ ആ ഒരു വേഷം ചെയ്യുമ്പം ആൻഡ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ആളെത്തി നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കൂടെ ആ ഒരു ഗ്രോത്ത് കണ്ടിട്ടും ഉണ്ടല്ലോ, ആസ് എ ഫ്രണ്ടും ആസ് എ ഡയറക്ടർ ഒക്കെ. അപ്പം ഹൗ ഡു യു തിങ്ക് ലൈക്ക് ആ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് പോലും പുഷ് ചെയ്ത് എടുത്തിട്ട് ആ ഒരു ആനന്ദിനെ പോലും അത്ര വളരെ ഡെപ്ത് ആയിട്ട് അവതരിപ്പിച്ചിട്ട് ഇപ്പൊ എത്തുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ്? അർജുൻ ആക്ച്വലി ആസ് എ ഹ്യൂമൻ ബീനും അവൻ ഭയങ്കര അടിപൊളിയാണ്. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് സാധാരണക്കാർക്ക് ഭയങ്കര, മലയാളികൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു ഫേസും ഒരു ജസ്റ്ററൊക്കെയാണ് അർജുൻ്റെ. പിന്നെ ഈ പറഞ്ഞ പോലെ ജൂൺ ചെയ്യുന്ന സമയത്ത് അർജുൻ പറവ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വരുത്തൻ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത് നമ്മൾ പുതിയ ആൾക്കാരാണെന്നറിയാം. അപ്പോൾ അർജുൻ്റെ ഷൂട്ട് ഇല്ലാത്ത ഡേയ്സിലും അർജുൻ അവിടെ ഉണ്ട്. നമ്മുടെ ആ കൂടെയുള്ള പിള്ളേരുടെ കൂടെ ഫുൾ ടൈം അർജുനുണ്ട്. അർജുനോട് ഞാൻ പറയും, അർജുന ഇന്ന് ഷൂട്ടില്ല, മഴയാണ്. കാരണം പ്രളയ സമയത്തൊക്കെ ഷൂട്ട് നടക്കുന്നത്. എപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ മഴ പെയ്യും. പക്ഷേ അർജുൻ ഒരു പ്രശ്നമില്ല, കൂടെ വന്ന് ത്രൂ ഔട്ട് നിൽക്കും. അപ്പം അങ്ങനെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. സ്റ്റിൽ ഇപ്പോഴും അതെ, ഇപ്പം വിളിച്ചാലാണെങ്കിലും നമ്മളെപ്പോഴും കാണുന്നുണ്ട്. പിന്നെ അർജുൻ്റെ ഗ്രോത്തിലും നമ്മൾ ഭയങ്കര, അവൻ ഇതുപോലല്ല, ഇനിയും ആക്ച്വലി കാലിബർ ഭയങ്കര കൂടുതലാണ്. അവന് കറക്റ്റായിട്ടുള്ള റോൾസും കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാർ ബെറ്ററിലേക്ക് അർജുൻ പോകും ഉറപ്പായിട്ടും. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആസ് എ ഫ്രണ്ട് ഗ്രോത്തിൽ. ഇപ്പം സീസൺ 2 അത് കേരള ക്രൈം ഫയൽസിന്റെ സീസൺ 2 അശോകേട്ടനെ ഓൾറെഡി ഡയറക്റ്റ് ചെയ്തു. ഇപ്പൊ പറഞ്ഞ പോലെ അർജുൻ അശോകനെയും ഡയറക്റ്റ് ചെയ്തു. എന്താണ് ഇവരുടെ തമ്മിലുള്ള ഒരു ഡിഫറൻസസ്? എന്തെങ്കിലും വേ ഓഫ് ആക്ടിങ്ങിലോ അപ്രോച്ചിങ്ങിലോ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസോ എന്തെങ്കിലും ഡയറക്ടർ എന്ന നിലയിൽ? പറയാനേ നമ്മള്, കാരണം അവർ ഭയങ്കര സീനിയർ, നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ഉള്ള സീനിയർ ആൾക്കാരാണ്. അർജുനെ കാണാൻ വേണ്ടി ഞാൻ ആക്ച്വലി അർജുന്റെ വീട്ടിൽ പോയപ്പോഴാണ് ചേട്ടനാശോചനം കാണുന്നതും എല്ലാം. അപ്പോൾ ഞാൻ അർജുനെ ആദ്യം വിളിച്ചു പറയുന്നത്, അർജുൻ എനിക്കിങ്ങനെ അച്ഛനെ കാശ്, അപ്പോൾ അതൊക്കെ ഒന്നും നോക്കണ്ട, എടുത്തോണ്ട് പോകും, ഇങ്ങനെ അർജുൻ പറഞ്ഞത്. അതായത് ഒന്നും നോക്കല്, കാരണം അവർക്കും ആഗ്രഹമുണ്ട് അവരുടെ. കാരണം ഇപ്പോൾ കുറേ സീനിയേഴ്സ് എല്ലാവരും, ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടനും ജാഫർ ഇടിക്കും, അങ്ങനെ എല്ലാവരും അവരൊരു ഗോൾഡൻ ടൈമാണല്ലോ. അപ്പോൾ അശോകൻ ചേട്ടനും അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന്, കാരണം നമ്മൾ കുറേ പേര് അവരെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് വന്നപ്പോൾ അർജുൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, സീനിയറാണ്. പക്ഷേ എനിക്കങ്ങനെ സീനിയോറിറ്റി ഒന്നും അവർ സെറ്റിൽ കാണിക്കത്തില്ല. ഇപ്പം ഞാൻ അതായത് ഈ പറഞ്ഞ അതിനകത്ത് ആ സെല്ലിൽ രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നില്ല, ആ സെല്ലിൻ്റെ ഹൈറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ പുള്ളി കുനിഞ്ഞ് നോക്കണം, എഴുന്നേക്കണം. അത് നമ്മൾ കുറേ ടേക്കൊക്കെ പോയിട്ടുണ്ട്. ആ സെല്ലിൽ നിന്ന് ഇറങ്ങി വന്ന് നടക്കുന്ന സാധനമൊക്കെ നമ്മൾ കുറേ ടേക്ക്, അത് നല്ല രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ നമ്മളത് കുറേ ടേക്ക്, നമ്മുടെ ടെക്നിക്കൽ മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി അങ്ങനത്തെ എത്ര ടേക്ക് വേണമെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് മൊത്തത്തിലൊരു 4-5 ദിവസം ഷൂട്ടുള്ളായിരുന്നു. പക്ഷേ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് താടി എടുക്കണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ പുള്ളി നോർമലി അങ്ങനെ താടി വടിക്കാത്ത ആളാണ്. പക്ഷെ നമ്മുടെ ഈ ക്യാരക്ടർ പരിപാടിക്ക് വേണ്ടി പറഞ്ഞപ്പം അതെല്ലാം സമ്മതിച്ചു. അങ്ങനെ
ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അല്ല ഞാൻ ചോദിച്ചത് ഈ പറഞ്ഞ പോലെ ആക്ടിങ്ങിനോടുള്ള ഒരു അവരുടെ സിമിലാരിറ്റീസ്, അല്ല ആക്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരു മാനറിസത്തിലുള്ള സിമിലാരിറ്റീസ് അങ്ങനെ എന്തെങ്കിലും വെറുതെ എപ്പോഴെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? സിമിലാരിറ്റി തോന്നിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എനർജി ഭയങ്കര ഇതാണ് പുള്ളിക്ക്. ഈ പറഞ്ഞ പോലെ യങ് ആൾക്കാരോട് വർക്ക് ചെയ്യണമെന്ന്. പിന്നെ അർജുൻ ഓൾറെഡി അങ്ങനെ ആണല്ലോ, അപ്പം അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഇതൊന്നും തോന്നിയിട്ടില്ല. തിരിച്ചു വരികയാണെങ്കിൽ ഇതിനകത്തിലെ നോബൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഏറ്റവും തുടക്കത്തിൽ ഇനീഷ്യൽ ഒരു ഇൻട്രോ ഫേസിൽ തന്നെ ആൾക്ക് പനിയാണ്, അല്ലെ അലർജി കണ്ടീഷൻ ഉണ്ടെന്നൊക്കെ കാണിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആള് ട്രാൻസ്ഫർ ആയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ആവി പിടിക്കാനുള്ള മെഷീനും എടുത്തു വെക്കുന്നതായിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ബാഡ്ജ് കാണിക്കുന്നുണ്ട്. സീസൺ 1 ഇപ്പൊ അജു വർഗീസിനാണെങ്കിൽ ലാൽ സാറിനൊക്കെ ആണെങ്കിലും കിട്ടുന്ന ബാഡ്ജ് അവർ വെയർ ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലത്തെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് കോൺഷ്യസ് തന്നെ ആയിട്ട് വന്നത് തന്നെയാണോ, അതിനകത്തിൽ അത്രയും കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അത് വേണം എന്നുള്ള രീതിയിൽ വെച്ചതാണോ, അതോ കഥയുടെ ഒരു ഒഴുക്കിൽ എപ്പോഴും വന്നത്, കൂട്ടത്തിൽ വന്നത് ഒരു രീതിയിലാണോ അതിനെ ട്രീറ്റ് ചെയ്തത്? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാരണം വെച്ചാൽ നമ്മളൊരു ഷൂട്ടിന് മുമ്പ് എൻ്റെ എല്ലാ ഫിലിമിലും മിനിമം 3-4 മാസം പ്രീ വർക്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ റൈറ്റർ, ക്യാമറാമാൻ, എഡിറ്റർ, പിന്നെ എൻ്റെ ഡയറക്ഷൻ ടീം മൊത്തം കാണും. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഓരോ സീൻ എടുത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ എലമെൻറ്റ്സ് വരും. പിന്നെ ഉറപ്പായിട്ടും അത് ഫസ്റ്റ്, ഇപ്പം എനിക്ക് ഫസ്റ്റ് സീസണിൽ ആക്ച്വലി അതൊരു റിയൽ സ്റ്റോറിയാണ്. അപ്പോൾ അത് അന്വേഷിക്കുന്ന ഓഫീസറിൻ്റെ പുള്ളിയുടെ ഇവിടെ ഇപ്പോഴും ആ ബാഡ്ജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ സീസൺ 1 കഴിഞ്ഞ് സീസൺ 2ൻ്റെ പ്ലാനിങ് വന്നപ്പോഴേ ഉള്ളതാണ്, ഈ സാധനം കണ്ടിന്യൂ ചെയ്യണം, എല്ലാവർക്കും കിട്ടിയ സാധനം കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ ആവിയുടെ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ പാക്ക് ചെയ്യാം, നമ്മൾ ആ സീൻ എടുക്കുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ആർട്ട് പ്രോപ്പർട്ടി വരാമെന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അതൊരു അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞ ഐഡിയ ആയിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം ഇത് ഓരോ സീൻ ഡിസ്കസ് ചെയ്യുമ്പം പ്രീയിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇതിപ്പം ഒരുപാട് പേര് ഇത്തരത്തിലുള്ള കുഞ്ഞു മൈന്യൂട്ട് ആയിട്ടുള്ള ഞാനും കുറച്ച് വീഡിയോസിനകത്തൊക്കെ ഇത്. അപ്പം നമ്മളിത് കണ്ടു കഴിയുമ്പോൾ ഓ ആണല്ലേ, ഇത് നമ്മൾ ചിന്തിക്കാത്ത തന്നെ കുറെ സാധനങ്ങളുണ്ട്, ഫ്രീ ആയിട്ട് കുറെ ബ്രില്യൻസ് കിട്ടുന്നുണ്ട് അങ്ങനെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ശരിക്കും ഉദ്ദേശിച്ചിട്ട് ചെയ്തിട്ട് ഇതുവരെ കണ്ടുപിടിക്കാത്ത എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് നൈസ് ആയിട്ട് എന്തെങ്കിലും പറയാൻ ആൾക്കാർ കണ്ടുപിടിക്കണമെന്നൊന്നും ഇട്ടിട്ടില്ല, നമ്മൾ അതിന്റെ ഫ്ലോയിലായിട്ട് ഇട്ട് പോയ സാധനങ്ങളേ ഉള്ളൂ. എപ്പോഴും ഈ പറഞ്ഞ പോലെ തിയേറ്ററിന്റെ ഒരു റെസ്പോൺസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, അത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വന്നത്, ഡയറക്ടർ ആവാൻ ആഗ്രഹിച്ചതെന്നൊക്കെ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ OTT തരുന്ന ഒരു കിക്ക് എന്താ? OTTയുടെ കിക്ക് ആക്ച്വലി ഇപ്പം ഇതും കൂടെ ഇറങ്ങിയപ്പോൾ ഹൈ തന്നെയാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം സ്റ്റിൽ തിയേറ്റർ തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇതിൻ്റെയും ഒരു പ്രീമിയർ 6 എപ്പിസോഡ്, സാധാരണ വെബ് സീരീസ് ഒക്കെ നമ്മൾ ഇവിടെ ഒരു പ്രീമിയർ നടത്തുമ്പോൾ 3 എപ്പിസോഡൊക്കെ കാണിക്കത്തുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹമായിരുന്നു, കാരണം തിയേറ്ററിൽ ഒരു ഫുൾ ഹൗസിൽ 6 എപ്പിസോഡും കണ്ടിട്ടുള്ള ആൾക്കാരുടെ റിയാക്ഷനും പിന്നെ എനിക്കും ഇതൊന്ന് കാണണമെന്നുള്ള സംഭവം. കാരണം ജൂൺ കഴിഞ്ഞിട്ട് എല്ലാം OTTയിലാണ് ചെയ്ത്. അപ്പോൾ അത് ആ തിയേറ്ററിൽ നിന്നുള്ള റിയാക്ഷനും, കാരണം നമ്മൾ അതേ സിനിമയുടെ തന്നെ ആക്ച്വലി ഡബിൾ എഫേർട്ട് എടുത്തിട്ടാണ് ടെക്നിക്കൽ ക്വാളിറ്റി ആണെങ്കിലും കാര്യങ്ങളെല്ലാം വെബ് സീരീസിനും ചെയ്യുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു ബിഗ് സ്ക്രീനിലും അത്രയും നല്ല സൗണ്ടിലും കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഈ ഓഡിയൻസിൻ്റെ റിയാക്ഷൻസും ഇത് കിട്ടുന്ന ഇമ്പാക്റ്റ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ OTTക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് സ്കെയിലിൽ ഇത് പെട്ടെന്ന് പോകും. തിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലായിരിക്കും, അതിൻ്റെ അഭിപ്രായം കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ റീച്ച് രണ്ടിന് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ആസ് എ ഫിലിം മേക്കർ എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് വലുത്. ഓക്കെ, ഈ സീസൺ 1 സീസൺ 2 മൈന്യൂട്ടായിട്ട് വന്നു പോകുന്ന ക്യാരക്ടേഴ്സിന് വരെ ഒരു ആർക്ക് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിലാണെങ്കിലും പെർഫോമൻസസ് എല്ലാം തന്നെ നമുക്ക് ചെറിയ ക്യാരക്ടർ ആയിരിക്കാം. അതിപ്പോൾ സീസൺ 1 ഇപ്പം എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ലതിക എന്ന് പറഞ്ഞ ക്യാരക്ടർ, അല്ലെ ലിസി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതുപോലെ ശരത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സും മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാർ ഉൾപ്പെടെ എല്ലാവരുടെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. പക്ഷെ എങ്കിലും ഇതുപോലുള്ള ചെറിയ ചെറിയ ആളുകൾ പോലും വളരെ നന്നായി പെർഫോം ചെയ്ത് അത് ഇതിലും കാണുന്നുണ്ട്. നമ്മൾ ചെറിയ ആൾക്കാർ ആരെങ്കിലും ഒരാൾ സീനിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനായിട്ടുള്ളൊരു പ്രോമിനൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് എഴുതി വെക്കുമ്പോൾ എന്നതിനെക്കാട്ടിലും ഉപരി നമ്മളത് സ്ക്രീനിൽ എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ടാസ്ക് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ശരിക്കും അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്തത്? അത് ഇത്രേ ഉള്ളൂ, നമ്മൾ സിമ്പിളായിട്ട് പറയാം. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ എങ്ങനെ എഴുതിയാലും എങ്ങനെ ക്യാമറ കൊണ്ട് വെച്ചാലും നമ്മുടെ ആക്ച്വലി ആക്ടേഴ്സ് നമ്മുടെ
ടൂളാണ്. അവരിലൂടെ എനിക്ക് ഈ കഥ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ പാളിയ എല്ലാം പാളി. നമ്മൾ എന്തൊക്കെ മ്യൂസിക് ഇട്ട് വെച്ചിട്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. അതുകൊണ്ട് അതിനിടുന്ന എഫേർട്ട് ഈ പറഞ്ഞ പോലെ പ്രീ വർക്കിൻ്റെ സമയത്ത് ഞങ്ങൾ തന്നെ, കാരണം ഇതിനകത്ത് ട്രിവാൻഡ്രം സ്ലാങ് കുറേ ഉള്ളതുകൊണ്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് പോയി അവിടുത്തെ കുറേ ആൾക്കാരെ കാസ്റ്റ് ചെയ്തേ, പിന്നെ വർക്ക്ഷോപ്പ്, ഓഡീഷൻസ്, കാര്യങ്ങൾ, ഈ സീനെല്ലാം നമ്മൾ നേരത്തെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കും, ഡയലോഗ്സ് നേരത്തെ പഠിപ്പിക്കും. അത് ഫസ്റ്റിനകത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് വെച്ചാണ് നമ്മൾ ഇവരെ ആക്ച്വലി ഒരു ട്രെയിനിങ്ങും പരിപാടിയെല്ലാം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എത്ര ടേക്ക് പോയാലും ഇവരുടെ പെർഫോമൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഓക്കെ ആക്കണം. അതിലാണ് മെയിൻ കാര്യം ഇരിക്കുന്നത്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നോബിൾ ആക്ച്വലി ചിരിക്കുന്ന ഒരു ഇത് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഏതെങ്കിലും ക്രൂഷ്യൽ, അതായത് കേസിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇത് കിട്ടുമ്പോൾ, ഒരു സ്റ്റോറിയിൽ ഒരു ട്വിസ്റ്റ് വരാൻ സാധ്യതയുള്ളപ്പോഴൊക്കെ നോബിളിൻ്റെ ഒരു ചിരി കാണിക്കുന്നുണ്ട്. അപ്പം ഈ ചിരിയുടെ ഒരു റെഫറൻസ് അല്ലെങ്കിൽ ഒരു റെസംബിളൻസ് എന്തിനാണ് അവിടെ എപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നത്? അതായത് ക്ലൈമാക്സിൽ ഓഫ് കോഴ്സ് നമുക്കത് കുറച്ചുകൂടെ റിലേറ്റബിൾ ആണ്, പക്ഷേ ഈ ഓരോ ട്വിസ്റ്റ് വരുമ്പോഴും നോബിളിന്റെ ചിരി വളരെ റെലവെന്റ് ആയിട്ട് അവിടെ എവിഡന്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് എന്തെങ്കിലും അതിന്റെ പിന്നിൽ? ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ക്ലൈമാക്സിലാണെങ്കിലും ആ സ്മൈലിനെ കുറിച്ച് പറയുന്നത് ആക്ച്വലി അവന്റെ എഴുത്തിലുണ്ടായിരുന്നു. അത് ഡിസ്ക്രിപ്ഷൻ അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന വോയിസ് ഓവറും ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷനും അതേപടി സ്ക്രിപ്റ്റിലുള്ള സംഭവമായിരുന്നു. പിന്നെ ബാക്കി റിയാക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിയെക്കാളിലും കൂടുതൽ അവനത് കിട്ടി എന്നുള്ളൊരു റിയലൈസേഷൻ. അതായത് അവൻ്റെ ഇപ്പം നോബിൾ സ്റ്റേഡിയം തിയറി എന്നൊക്കെ പറയുന്ന പോലെ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്, അവനെ ആലോചിക്കുന്നത് കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്ന മൊമെൻറ്റ്സിലാണ് ഈ പറഞ്ഞ ചിരി എന്ന് പറഞ്ഞ സാധനം. ബാക്കി ലാസ്റ്റത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ റിയലൈസേഷൻ്റെ സംഭവം വേറൊരു രീതിയിലും ഇത് കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പം അവനും നമ്മുടെ ഓഡിയൻസിനും അറ്റ് എ ടൈം ഓക്കെ അപ്പോൾ ഇതായിരുന്നു കാര്യം എന്ന് കിട്ടുന്ന അർത്ഥത്തിലാണ് ആ സ്മൈൽ ആക്ച്വലി വന്നേക്കുന്നത്. അപ്പം അതാണ് ഈ പറഞ്ഞ പോലെ ക്ലൂ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഇവൻ്റെ ഒരു അവൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് വരുന്നു എന്നറിയുന്ന പോയിന്റ്സിലാണ് ഈ പറഞ്ഞ റിയാക്ഷൻസ് വരുന്നത്. ഓക്കെ. അതുപോലെ ഇപ്പം സഞ്ജു അവതരിപ്പിച്ച കഥാപാത്രത്തിനോട് നോബിൾ ചോദിക്കുന്നുണ്ട്, അതായത് അർജുൻ അവതരിപ്പിച്ച കഥാപാത്രം ചോദിക്കുന്നുണ്ട്, അതായത് നമുക്ക് ആ പട്ടിയുടെ അതൊന്നും കൂടി ഒന്ന് ആ ഒരു സീക്വൻസ് നമുക്ക് ഒന്നും കൂടി ഒന്ന് റീവർക്ക് ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സഞ്ജു ആക്ച്വലി കുറച്ച് നേരം അതിനകത്തിൽ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു പോർഷനും കാണിക്കുന്നുണ്ട്, ഒരു ഷോട്ടും കാണിക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ പിന്നീട് അതിനകത്ത് കഥയുമായിട്ട് അവിടെ യാതൊരു രീതിയിലും ബന്ധമില്ല, പക്ഷെ അവിടെ ആ ഒരു പോസ് ഉണ്ടായിരുന്നു സഞ്ജുവിന്റെ ഒരു ക്യാരക്ടറിന്. അത് ലൈക്ക് എന്താണ്, എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ റിവേഴ്സ് സീക്വൻസ് കഴിഞ്ഞ് നെക്സ്റ്റ് എപ്പിസോഡിൽ ഇത് കാണിക്കുന്നത്. നോബിൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം ഇങ്ങനെ പട്ടി അവിടെ നിന്നാണ് വന്നേക്കെങ്കിൽ ഇനിയും അവിടെ ആൾക്കാർ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്യാനാണ് സഞ്ജുവിനോട് പറയുന്നത്. ഒരു 10 ദിവസത്തെ നമ്മളൊന്ന് എടുത്ത് നോക്കിയാലോ. അപ്പോഴാണ് വിനുവിന് ഈ പറഞ്ഞ പോലെ ഐഡിയ കിട്ടുന്നത്. പിന്നെ നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ ലാൽ സാറിൻ്റെ അടുത്ത് ലാപ്ടോപ്പിൽ ഇവൻ വിഷ്വൽസ് കാണിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ. അത് സഞ്ജുവിനോട് പറഞ്ഞിട്ട് സഞ്ജു എടുത്തേക്കുന്ന വിഷ്വലാണ് ആ കാണിക്കുന്നത്. അപ്പോൾ സഞ്ജുവിന് കിട്ടിയ മനസ്സിലായ കാര്യങ്ങളും അതിൻ്റെ അർത്ഥം ഈ നമ്മൾ എപ്പോഴാണോ ഇത് സ്റ്റേഡിയത്തിൽ ലാസ്റ്റ് ഈ പട്ടി കയറി പോകുന്ന സംഭവം കാണിച്ചത്, അതിന് ബഫറായിട്ടൊരു 10 ദിവസത്തെ ഫുട്ടേജ് കളക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ആ വിഷ്വലാണ് ആക്ച്വലി ലാൽ സാറിനെ അർജുൻ കാണിക്കുന്നത്. അപ്പോൾ ആ ഐഡിയ അവന് കിട്ടിയതും അത് അവൻ നോബിളിന് ഷെയർ ചെയ്തതുമാണ് നമ്മൾ അവിടെ കാണിച്ചേക്കുന്നത്. തിരിച്ചു വീണ്ടും മുൻപ് ചെയ്തിട്ടുള്ള സിനിമകളിലേക്ക് വരാണെങ്കിൽ മധുരം, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് മധുരത്തിനകത്തിൽ ആക്ച്വലി നമ്മൾ ബിരിയാണി ഒരു ക്യാരക്ടർ തന്നെയാണല്ലോ. ശരിക്കും പേര് മധുരവുമാണ്. ഒരു ഇത് ബിരിയാണിക്ക് മധുരം ഇല്ലതാണോ? മധുരം ഇല്ല എന്നല്ല, ബട്ട് സ്റ്റിൽ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണവും ഇവിടെ തിരിച്ച് മധുരം എന്നുള്ളൊരു പേരും, അതാണ് സ്പൈസി ആയിട്ടുള്ള ഒരു ഫുഡും. മധുരത്തിന്റെ കഥ ബിരിയാണി അല്ലല്ലോ, അതിനകത്ത് ജോജി ചേട്ടന്റെയും ശ്രുതിയുടെയും പോർഷൻസിന് ഒരു കണക്ഷൻ ഇതെന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ചത്. പക്ഷേ മധുരം ഞാൻ ടൈറ്റിൽ ഇട്ടത് ആ സിനിമ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോവിഡ് സമയത്ത് എൻ്റെ ജൂൺ ഇറങ്ങി നന്നായിട്ട് പോയി അടുത്ത സിനിമ ഓണായി നിൽക്കുന്ന സമയത്താണ് ഈ കോവിഡ് വരുന്നത്. അപ്പോൾ ആസ് എ ഫിലിം മേക്കർ ഞാൻ മാത്രമല്ല എല്ലാ ഫിലിം മേക്കേഴ്സും ആർട്ടിസ്റ്റും എല്ലാം ഫ്രസ്ട്രേറ്റഡായി, കാരണം വീട്ടിനകത്ത് ഇരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെയും സിനിമകൾ ഓണാകുന്നില്ല. ആ സമയത്താണ് മധുരം ഓണാകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഹോപ്പാണ്, അതായത് വീട്ടിലെല്ലാവരും ഇരിക്കുന്ന നമുക്ക് ഈ പറഞ്ഞ ഒരു സിനിമ കണ്ട എന്തെങ്കിലും ഒരു ഹോപ്പ് വരണം,
അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ ത്രെഡും കാര്യങ്ങളും ഒക്കെ. അപ്പം പേര് നമ്മൾ ആലോചിക്കുമ്പോഴും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു സിനിമ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാ സ്റ്റോറീസിനകത്തും ഉണ്ട്. ഇപ്പം നിഖിലയുടെ അർജുൻ്റെ അതിനകത്ത് അവർ കുക്കിംഗ് ഉണ്ട്, റവ കേസരിയും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഈ പറഞ്ഞ പോലെ ബിരിയാണി കടയുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു ഫുഡ് കണക്ഷൻ ഉണ്ട്. അത് ആക്ച്വലി ഞാനും ആക്ച്വലി ഭയങ്കര ഫുഡിയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷോർട്ട് ഡിവിഷൻ സമയത്ത് നമ്മൾ ഇരിക്കുമ്പം ഞാനൊരു കട്ടൻ ചായയോ നമുക്ക് വെച്ചിട്ട് സംസാരിക്കാം ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസ് എപ്പോഴും എന്നെ കളിയാക്കും, തുടങ്ങി ഇക്കാൻ്റെ ഫുഡ് പരിപാടി വന്നു. കാരണം എന്തെങ്കിലും സീക്വൻസ് വരുമ്പോൾ ഞാനത് ഡൈനിങ് ടേബിളാക്കും, അല്ലെങ്കിൽ ഹോട്ടലിലാക്കും, അല്ലെങ്കിൽ അപ്പോൾ എല്ലാ പടത്തിലും എങ്ങനെയും ഇത് കുത്തിക്കയറ്റി വരും. അപ്പോൾ അത് ഫുഡിനോടുള്ള ഭയങ്കര ഇഷ്ടം കാരണം. ഓൾറെഡി ഇപ്പം നിലവിൽ ഓൾറെഡി ഫീൽ ഗുഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട്, ക്രൈം ത്രില്ലേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചെയ്യണം ഇനിയിപ്പോ ഒരു സിനിമ ആണെങ്കിൽ അത് ഏത് ജോൺറ ആയിരിക്കും മനസ്സിലുള്ളതിനെക്കാട്ടിലും ചെയ്യാൻ നെക്സ്റ്റ് ഞാൻ ഇത് പ്ലാനിലുണ്ട്. ബട്ട് ആഗ്രഹത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആഗ്രഹം ഈ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ത്രെഡ്, പ്ലോട്ട്, സ്റ്റോറിയിലെ എക്സൈറ്റ്മെന്റ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ടൈപ്പ് ജോണറും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അടുത്തത് ഈ പറഞ്ഞ പോലെ റോംകോം ആണ് ചെയ്യുന്നത്. ഒരു ഹാപ്പി ആയിട്ട് ഒരു ജോണർ ലവ് സ്റ്റോറിയാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ത്രെഡിനനുസരിച്ചിരിക്കും, എന്നിട്ടാണ് ജോണറൊക്കെ നോക്കത്തുള്ളൂ. അപ്പോൾ ആ ത്രെഡ് നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫീൽ ഗുഡ് ആണെങ്കിലും അതിനും പല പല ജോണേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ജൂണും മധുരും ഒരേ ടൈപ്പ് പടമല്ല. ജോണർ ഫീൽ ഗുഡ് ആണെങ്കിലും രണ്ടും രണ്ട് രീതിയിലുള്ള പടങ്ങളാണ്. അപ്പോൾ അതുപോലെ ഉള്ളിലെ അതെ കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ എനിക്കൊരു ഈ പറഞ്ഞ പോലെ 2 ക്രൈം ത്രില്ലേഴ്സ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്കിനി എൻ്റയർലി ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് എനിക്കിപ്പോൾ ഒരു പ്യുവർ ലവ് സ്റ്റോറി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞത്. ഓക്കെ, സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു? എല്ലാം കഴിഞ്ഞു. നമ്മൾ ഈ ഇയർ എൻഡിൽ ഷൂട്ടും തുടങ്ങാനിരിക്കുകയാണ്. ക്യാരക്ടേഴ്സ് ഒക്കെ അർജുൻ ദാസ് ആണ് ലീഡ് ചെയ്യുന്നത്. പുള്ളിയുടെ ആദ്യത്തെ മലയാളം ഡെബ്യൂ ആണ്. ഇപ്പൊ ഇത്രയും പറയാം, ലവ് സ്റ്റോറിയാണ്. ബാക്കി വരുന്ന ആക്ട്രസ് ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ ക്രൈം ഫയൽസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും പോലീസുകാരുടെ ഒരു കഥ പറഞ്ഞു പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ ആരെങ്കിലും പോലീസുകാരെന്നുള്ള രീതിയിൽ ആരെങ്കിലും ഈ സീരീസ് രണ്ടും കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഉറപ്പായിട്ടും. കാരണം ഫസ്റ്റ് സീസൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ കുറേ പോലീസുകാരായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടിട്ടും വിളിച്ച കുറേ പേരുണ്ട് പല പല ഭാഗത്തെ. അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ എന്നെ വിളിക്കാറുമുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറച്ചുകൂടെ മനുഷ്യന്മാരായിട്ട് അവരെ കാണുന്നത്. സാധാരണ പോലീസുകാരെന്ന് നമ്മൾ സിനിമയിൽ ഭയങ്കര സൂപ്പർ കോപ്സ്, ഭയങ്കര മാസിലും ഇതെല്ലാമായിട്ട്. പക്ഷെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ എല്ലാവരും നമ്മുടെ ഒരു കസിൻ ചേട്ടന്മാർ, ആ ഒരു വൈബാണ് കിട്ടിയേക്കുന്നത്. സാധാരണക്കാരാണല്ലോ. അപ്പോൾ സാധാരണക്കാരെ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരെ കാണിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ, പിന്നെ ഇതിൻ്റെ കറക്റ്റ് ഒതൻറ്റിസിറ്റിയിൽ അവരുടെ കേസ് അന്വേഷണം. കാരണം അവരെന്ന് വെച്ചാൽ നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു തെളിവ് കിട്ടി അവർ ഓടുന്നു, ഒന്നുമില്ല. അവർക്ക് വണ്ടി എടുത്ത് പോകണം, ഫുഡ് കഴിക്കണം, അവർക്ക് ഈ പറയുന്ന പരിപാടിയെല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം പ്രോപ്പറായിട്ട് കാണിക്കുന്നു എന്നുള്ള സാധനം വരുമ്പോൾ അവർക്കും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്യാരക്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ദ്രൻ ചേട്ടൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ആള് ഒരു 2 ഷെയ്ഡാണല്ലോ ആൾക്ക്. ഒരു 50-50% എടുക്കുകയാണെങ്കിൽ ഒരു 50% ആളൊരു എന്താ പറയുക, നമ്മൾ നന്മമരം എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. പിന്നീട് വേണമെങ്കിൽ ബാക്കി ഒരു പകുതി ശതമാനം നോക്കുകയാണെങ്കിൽ ആള് വളരെ ഗ്രേയിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടി പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ എന്ന നിലയിൽ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചപ്പോൾ ആളുടെ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ എങ്ങനെയാണ് മോൾഡ് ചെയ്തത്? അല്ല, ആളുടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഇപ്പം ആ ബസ്സിലെ സീൻ, ക്യാൻറ്റീനിലെ സീൻ, മോളെ വിളിച്ച് പറയുന്നു, ആ 3 സീനും പിന്നെ പുള്ളിയെക്കുറിച്ച് ആൾക്കാർ പറയുന്നത് തന്നെ നമുക്ക് മനസ്സിലായി. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹോൾഡും കോണ്ടാക്റ്റും കടപ്പാടിന് എന്ന് പറഞ്ഞ സാധനത്തിന് പുള്ളി നിൽക്കത്തേ ഇല്ല. അങ്ങനത്തെ ഒരാളാണ് പുള്ളി. അപ്പം നമ്മൾ കാസ്റ്റിങ്ങിലേക്ക് വന്നപ്പം ഒന്ന് ട്രിവാൻഡ്രം സ്ലാങ് നന്നായിട്ട് അറിയണം, അങ്ങനെയാണ് ഇന്ദ്രൻ സെറ്റിലേക്ക് വരുന്നത്. പിന്നെ 2 ഈ പറഞ്ഞ പോലെ ഇന്ദ്രൻ ചേട്ടൻ ഈ മിസ്സാകുന്നതിലാണല്ലോ കഥ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടനെ പോലുള്ള ഒരാൾ മിസ്സായാൽ നമുക്ക് അയ്യോ പുള്ളിയെ കാണാതായല്ലോ എന്നുള്ളൊരു സങ്കടവും നമുക്ക് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ദ്രൻ ചേട്ടന് പവർ എന്ന് പറഞ്ഞ പരിപാടിയും കൂടെ വരുമ്പോൾ അതും എനിക്കും ഭയങ്കര ആഗ്രഹം. കാരണം പവർ വരാൻ വേണ്ടി അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഒരു ബോഡി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡയലോഗ് പ്രസൻറ്റേഷൻ ഉള്ള ഒരാളെ കൊണ്ട് കാണിക്കുന്നതിലും ബെറ്റർ ഇന്ദ്രൻ ചേട്ടനെ പോലെ സാധാരണ ഒരു മനുഷ്യന് ഈ പറഞ്ഞ പോലെ കോണ്ടാക്ട്സും പവറും കിട്ടുമ്പോൾ ഉള്ള ഇമ്പാക്റ്റ് വേറെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ദ്രൻ സെറ്റിലേക്കുള്ള കാസ്റ്റിംഗ് വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ 2 ഷെയ്ഡും ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ നോക്കിയാൽ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഗ്രേ ഷെയ്ഡും ഈ പറഞ്ഞ പോസിറ്റീവ് ഷെയ്ഡും ഉള്ള പോലെയാണ്. അങ്ങനെ അതൊരു ഹാഫ് എന്നുള്ള രീതിയിലാണോ അതിനെ ട്രീറ്റ് ചെയ്തത്? ഈ പറഞ്ഞ പുള്ളിയുടെ ഗ്രാഫ് ഈ പറഞ്ഞ പോലെ അവൻ്റെ എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ സീക്വൻസ്, നമ്മൾ ആ ബസ് സീക്വൻസ് വായിക്കുമ്പോൾ തന്നെ ഓക്കെ പുള്ളിക്ക് ഇത്രമാത്രം ഹോൾഡ് ഉണ്ട് എന്ന് പറഞ്ഞ പരിപാടി നമുക്ക് ഓരോന്ന് കിട്ടുന്നു. നെക്സ്റ്റ് ക്യാൻറ്റീൻ സീനിൽ പോയി പറഞ്ഞ ആ പ്രതിയായിട്ട് സംസാരിക്കുമ്പം പ്രതിയുടെ കൂടെ വന്ന ആളുടെ അടുത്ത് അവരുടെ വീട്ടുകാരുടെ പേര് വരെ പറയുന്നുണ്ട്. അപ്പം ആ ലെവൽ വരെ പുള്ളിക്ക് അറിയാം.
എല്ലാവരെയും പുള്ളിക്ക് കോണ്ടാക്ട് ഉണ്ട്, എല്ലാവരെയും പുള്ളി അറിയാവുന്നുള്ള പവർ വായിക്കുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റിൽ തന്നെ പുള്ളിയുടെ ആ പവർ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ പയ്യെ നിങ്ങൾ കാണുന്ന പോലെ ഓരോ എപ്പിസോഡ്സ് കഴിയുമ്പോഴാണ് ഓക്കെ പുള്ളിയുടെ ഓരോ ലെയേഴ്സ് പുറത്ത് വരുന്നത്. അല്ല, ഏറ്റവും ആദ്യം കാണിക്കുമ്പോൾ പുള്ളിയോട് നമുക്കൊരു സിമ്പതി തോന്നി തുടങ്ങുന്ന സമയത്താണ് ആളുടെ ഒരു ട്വിസ്റ്റ്, നമുക്ക് ആ ഒരു ക്യാരക്ടറിലുള്ള ഒരു ട്വിസ്റ്റ് കാണുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പുള്ളിനുള്ള ഒരു ക്യാരക്ടറിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും ആൾക്കാര്. അപ്പൊ ആ ഒരു വൈൻഡപ്പിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ശരിക്കും ആള് മിസ്സായതിൽ നമുക്ക് സങ്കടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് അവസാനിക്കുന്നത്. എനിവേ, അപ്പൊ എന്തായാലും ഏറ്റവും പുതിയ പ്രോജക്റ്റ് ഇനി ചെയ്യാനിരിക്കുന്നത് അർജുൻ ദാസുമായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. അപ്പൊ എന്തായാലും അത് കൂടാണ്ട് മറ്റെന്തെങ്കിലും അതർ പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ വൺ അറ്റ് എ ടൈം എന്നുള്ള രീതിയിലാണ്. വേറെയും സംസാരങ്ങളുണ്ട്, പക്ഷെ ഇതായിരിക്കും ഏറ്റവും പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും വർക്കിന് എല്ലാവിധമായിട്ടുള്ള വരാൻ പോകുന്ന വർക്കിനും ഇപ്പം കേരള ക്രൈം ഫയൽസ് ആണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല റെസ്പോൺസസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അടുത്ത പ്രോജക്റ്റും വരാനായിട്ട് നമ്മളെല്ലാവരും നല്ലൊരു സിനിമ പ്രതീക്ഷിച്ചിരിക്കുകയാണ് തിയേറ്ററിൽ. താങ്ക് യു സോ മച്ച്.